എല്ലാവർക്കും ചായ രുചി കലവറയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡിഷ് കോഴിക്കോട്ട, ഉണക്കമുന്തിരി, അവല് പൊടിച്ചത്, അരിപ്പൊടി എല്ലാം കൂടി ഉണ്ടാക്കിയ കോഴിക്കോട്ട. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 500 ഗ്രാം നല്ല നൈസ് അരിപ്പൊടി വറുത്തത്, 2 കപ്പ് അവല് പൊടിച്ചത്, 2 കപ്പ് തേങ്ങ, 2 വലിയ കഷ്ണം ശർക്കര അലിയാൻ വെച്ചത്, ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അലിയാൻ വെച്ചത്, 1 കപ്പ് മുന്തിരി, വെള്ളം ആവശ്യത്തിന്. ഈ വെള്ളം തിളപ്പിച്ചതിന് ശേഷം വേണം ഇതിലൊഴിച്ച് കുഴയ്ക്കാനായിട്ട്, അരിപ്പൊടിയിലൊഴിച്ച് കുഴയ്ക്കാനായിട്ട്. മുന്തിരി മിക്സിയിലടിച്ചത്, പതുക്കെ ഒന്നും അടിക്കാനേ പാടുള്ളൂ, കൂടുതലടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് പോലെയാവും. ഞാൻ അരിപ്പൊടി ബേസിനിലേക്ക് ഇട്ടു. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് പൊടി ഇടുന്നു. ഇനി ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. അരിപ്പൊടി ഇതേപോലെ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് വയ്ക്കണം. അതേപോലെ തന്നെ ഇതിൽ മുന്തിരി ഇട്ട് എല്ലായിടത്തും ആവണ പോലെ കൈ കൊണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലായിടത്തും ഇപ്പോൾ മുന്തിരി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാക്കി വെക്കണം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് ഉരുകാൻ വെച്ച നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൽ അവല് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അതിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ച് വിടണം. നേരത്തെ ഞാനത് പറയാൻ മറന്നുപോയി. ഇപ്പോൾ ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ പതുക്കെ ഒന്ന് ആക്കി വെച്ചിരിക്കുന്ന മുന്തിരി ഉണ്ട്, ഉണക്കമുന്തിരി, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. ആ മുന്തിരി എല്ലായിടത്തേക്കും എത്തണം. ഒരു ഉണ്ട പൊടി ഇത്ര പോന്തെടുത്ത് ഇതുപോലെ നമ്മൾ ആക്കണം. ഇതേപോലെ ഇങ്ങനെ നൈസാക്കി കൊണ്ടുവരണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്
നമ്മളാക്കി വെച്ചിട്ടുള്ളത് നിറയ്ക്കണം. ഇനി ഇത് നന്നായി മൂട്ടണം. ഇങ്ങനെയാക്കി നമുക്കിത് മൂട്ടാം. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കോഴിക്കോട്ട ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോ ഉണ്ടകളാക്കി ഉണ്ടാക്കണം. അതിനുശേഷം ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ ഇഡ്ഡലി തട്ടിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് വേണം വെക്കാനായിട്ട്, എന്നാലേ നമുക്ക് വേഗം എടുത്താൽ കിട്ടുള്ളൂ. ഇനി ഓരോന്നോരോന്നായി ഇതിൽ വെച്ച് അടച്ച് വയ്ക്കണം. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് ആവി പുറത്തേക്ക് വരും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഈ സാധനം നമുക്ക് എടുക്കാവുന്നതാണ്. വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അവൽ കൊണ്ടും ഉണക്കമുന്തിരി കൊണ്ടും ഉണ്ടാക്കിയ കോഴിക്കോട്ട തയ്യാറായി കഴിഞ്ഞു. ഓശാനയാണ് വരാൻ പോണേ. ഓശാനയ്ക്കാണ് നമ്മളൊക്കെ കോഴിക്കോട്ട ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ആണെങ്കിൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക.